ഇവിടെ വരുമ്പോൾ നമ്മൾ നേരെ പോകുന്നത് കണ്ണൂരിലേക്കാണ്. അവിടെ വി കുഞ്ഞികൃഷ്ണനെതിരായ അച്ചടക്ക നടപടി ചർച്ച ചെയ്യാൻ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗം ഇന്ന് ചേരുന്നുണ്ട്. ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തിയ കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് ഇന്നലെ തീരുമാനമെടുത്തിരുന്നു. അതേസമയം കുഞ്ഞികൃഷ്ണന്റെ തുടർ നീക്കം എന്താകുമെന്ന ആശങ്ക പാർട്ടിക്കുണ്ട്. ബിജീഷ് ഗോവിന്ദൻ വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്ന്. ബിജീഷ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ സെക്രട്ടേറിയറ്റ് ഇന്നലെ പുറത്താക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ആ പ്രഖ്യാപനം വന്നിട്ടില്ല. ഇന്ന് ജില്ലാ കമ്മിറ്റിയിൽ വിവരം അറിയിച്ചതിന് ശേഷം ഒരു വാർത്താക്കുറിപ്പായി പുറത്തിറങ്ങുകയായിരിക്കും ചെയ്യുക. അപ്പോൾ അതെപ്പോഴത്തേക്ക് ആ കുറിപ്പ് പുറത്തിറങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം വി കുഞ്ഞികൃഷ്ണൻ ഇന്നലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നു. ഞാൻ ഈ നടപടി നേരത്തെ പ്രതീക്ഷിച്ചതാണ്. എങ്കിൽ കൂടിയും വി കുഞ്ഞികൃഷ്ണന്റെ അടുത്ത നീക്കങ്ങൾ പുറത്താക്കിയാൽ ഈ പ്രശ്നങ്ങളെല്ലാം തീരും എന്ന ഒരു ബോധ്യം പാർട്ടിക്കുണ്ടോ? എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് ഇനി ഉണ്ടാകാൻ പോകുന്ന തുടർചലനങ്ങൾ? സൈഫുദ്ദീൻ, ജിൽസി, രണ്ടുപേർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ. നമ്മൾ ഇന്ന് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു നിർണായകമായിട്ടുള്ളൊരു ദിവസമാണ് കണ്ണൂരിലെ CPMനെ സംബന്ധിച്ചിടത്തോളം. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഇന്നലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഏകദേശം 3.25 മണിക്കൂറോളം അതിന്റെ ദൈർഘ്യമുണ്ടായിരുന്നു. ആ യോഗത്തിനകത്ത് വി കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിരുന്നു. ഇന്നലെ ജില്ലാ സെക്രട്ടേറിയറ്റ് എടുത്ത ഈ തീരുമാനം ഇന്ന് ജില്ലാ കമ്മിറ്റി യോഗത്തിനകത്ത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് അതിന്റെ ഒരു സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമാണ്. അതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ 10 മണിക്ക് ജില്ലാ കമ്മിറ്റി യോഗം ചേരും. ആ ജില്ലാ കമ്മിറ്റി യോഗത്തിനകത്ത് സെക്രട്ടേറിയറ്റ് എടുത്ത തീരുമാനം ചർച്ച ചെയ്യും. അതിനപ്പുറത്തേക്ക് വൈകിട്ടോടുകൂടി മാത്രമേ ഇതിനകത്തൊരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുള്ളൂ. വാർത്താക്കുറിപ്പായിരിക്കില്ല. മിക്കവാറും ജില്ലാ സെക്രട്ടറി തന്നെ മാധ്യമങ്ങളെ കണ്ടാകും വി കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള പാർട്ടിയുടെ തീരുമാനം പ്രഖ്യാപിക്കുക. ഏതായാലും ഇതിനകത്ത് ഒരു ശ്രദ്ധേയമായ കാര്യം ഇരിക്കുന്നത് വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ചില ആരോപണങ്ങളുണ്ട്. അതായത് സാമ്പത്തിക തിരിമറി, അതുപോലെ തന്നെ ഫണ്ട് വകമാറ്റി ചെലവിടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇത് സംബന്ധിച്ച് ഏതെങ്കിലും രേഖകൾ പാർട്ടിയുടെ കൈവശമുണ്ടെങ്കിൽ അത് പുറത്തുവിടുമോ എന്നുള്ളതാണ് എല്ലാവരും കൗതുകത്തോടു കൂടി നോക്കുന്ന ഒരു കാര്യം. കാരണം ഇനി പാർട്ടിക്ക് അക്കാര്യം മാത്രമേ പ്രതിരോധത്തിന് പുറത്തിറക്കാനുള്ള കാര്യമായിട്ട് ഉള്ളൂ. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളിൽ ഏതെങ്കിലും ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള രേഖകളോ CPMന്റെ ഭാഗത്തുനിന്ന് പുറത്തുവിടുമോ എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. അപ്പോൾ തന്നെ വി കുഞ്ഞികൃഷ്ണൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച മുൻപ് KK രാഗേഷ് അദ്ദേഹത്തിന് വീട്ടിൽ സന്ദർശിച്ച ഘട്ടത്തിൽ അദ്ദേഹം എഴുതുന്ന പുസ്തകം, അതായത് നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന് പറയുന്ന ഒരു പുസ്തകം കുഞ്ഞികൃഷ്ണൻ എഴുതുന്നുണ്ട്. അതിന്റെ കോപ്പി KK രാഗേഷിന് വി കുഞ്ഞികൃഷ്ണൻ നൽകിയിരുന്നു. ഈ കോപ്പി നോക്കിയ ശേഷം KK രാഗേഷ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കരുത്, ഇത് വലിയ തരത്തിലുള്ള പൊട്ടിത്തെറി ഉണ്ടാക്കും, ഒരു ബോംബാണല്ലോ ഇത് എന്നുള്ള മറുപടിയാണ് KK രാഗേഷിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഞാൻ കഴിഞ്ഞ 5 വർഷമായി ഉന്നയിച്ച വിഷയത്തിന്റെ അകത്തും ആരോപണങ്ങൾക്കകത്തും പരാതിക്കകത്തും പാർട്ടി ഒരു നടപടിയോ അല്ലെങ്കിൽ ഒരു തീരുമാനവും എടുക്കാത്ത സാഹചര്യത്തിൽ അതിനകത്ത് ഇനിയും കാത്തിരിക്കാൻ വയ്യ എന്നുള്ളത് വി കുഞ്ഞികൃഷ്ണൻ KK രാഗേഷിനോട് പറഞ്ഞു. അതിന് പിന്നാലെ KK രാഗേഷ് ആ വീട്ടിൽ നിന്നിറങ്ങി. പിന്നീട് പാർട്ടിയുടെ അകത്ത് നടന്നത് കുഞ്ഞികൃഷ്ണനെ നീക്കം ചെയ്യാനുള്ളത്, പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള നീക്കങ്ങളുടെ തുടക്കമായിരുന്നു. അതിന്റെ ഭാഗമായ ഒരു വിശദീകരണ യോഗമടക്കം പാർട്ടി നിശ്ചയിച്ചു എന്നുള്ളതാണ് ഇന്നലെ വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ജില്ലാ സെക്രട്ടേറിയറ്റ് ഇന്നലെ എടുത്തു എന്ന് പറയുന്ന ഈ തീരുമാനത്തിന്റെ അകത്ത് കുഞ്ഞികൃഷ്ണൻ തീരെ ആശ്ചര്യമില്ല. കാരണം അത് മുൻകൂട്ടി തന്നെ പാർട്ടി പ്ലാൻ ചെയ്തിരുന്നു. ഈ വിവരങ്ങൾ അറിഞ്ഞ ഘട്ടത്തിൽ തന്നെ പാർട്ടി പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇനി കുഞ്ഞികൃഷ്ണനെ പുറത്താക്കി കഴിഞ്ഞാൽ പാർട്ടി ഏത് തരത്തിലാകും അവിടെ പ്രതിരോധം തീർക്കുക എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. കാരണം കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങളുണ്ട്, അതിന് മറുപടി നൽകണം. ഒപ്പം തന്നെ പ്രതിപക്ഷം, കോൺഗ്രസും അതുപോലെ തന്നെ BJPയും ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് പയ്യന്നൂരിലെ രാഷ്ട്രീയ മേഖലയിൽ സജീവമാകാനുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കോൺഗ്രസ് അതുപോലെ തന്നെ BJPയും കഴിഞ്ഞ ദിവസം വലിയ ബിജീഷ്, അതായത് ഇന്നലെ സെക്രട്ടേറിയറ്റ് ചേർന്നാണ് കുഞ്ഞികൃഷ്ണനെ പുറത്താക്കാനുള്ള തീരുമാനമെടുത്തത്. സെക്രട്ടേറിയറ്റ് യോഗത്തിലെ ആ തീരുമാനം ഒറ്റക്കെട്ടായി എടുത്തതാണോ? ഇന്നിപ്പോൾ ജില്ലാ കമ്മിറ്റി അത് അംഗീകരിക്കുമ്പോൾ അവിടെയും മറുശബ്ദം ഉണ്ടാകാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ലേ? ജിൽസി, ഇതിനകത്ത് ജില്ലാ സെക്രട്ടേറിയറ്റിനകത്ത് 12 അംഗങ്ങളാണുള്ളത്. അതിനകത്ത് N സുകന്യ ഒഴികെയുള്ള എല്ലാ അംഗങ്ങളും ഈ മീറ്റിംഗിനകത്ത് പങ്കെടുത്തിരുന്നു. TI മധുസൂദൻ ഈ മീറ്റിംഗിനകത്ത് എത്തിയത് ഏകദേശം 1 മണിക്കൂറോളം വൈകിട്ടാണ്. അതിനു മുൻപ് തന്നെ ഈ വിഷയം സംബന്ധിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചിരുന്നു. കാരണം പാർട്ടി അത്രത്തോളം പ്രതിരോധത്തിലാക്കിയൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ TI മധുസൂദന്റെ അസാന്നിധ്യത്തിൽ തന്നെ ഈ വിഷയം സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വന്നു. അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് മധുസൂദൻ കൂടി എത്തിയത്. ഏതായാലും ഇതിനകത്ത് ഈ പങ്കെടുത്ത 11 പേർ, ജില്ലാ സെക്രട്ടേറിയറ്റിനകത്തുള്ള 11 പേർ, അതേപോലെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്ത MV ജയരാജൻ അടക്കമുള്ള എല്ലാ നേതാക്കളും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന വി കുഞ്ഞികൃഷ്ണന്റെ നടപടി ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല, അത് കടുത്ത അച്ചടക്ക ലംഘനമാണ് എന്നുള്ള വിലയിരുത്തലാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നലത്തെ ജില്ലാ സെക്രട്ടേറിയറ്റിനകത്ത് വി കുഞ്ഞികൃഷ്ണൻ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നേരത്തെ
വി കുഞ്ഞികൃഷ്ണനെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റുകയും പിന്നീട് അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നതിന് നീക്കം നടത്തിയതിന് പിന്നിൽ എം വി ജയരാജനായിരുന്നു. അദ്ദേഹത്തെ പാർട്ടി ഈ ഘട്ടത്തിൽ കൈയൊഴിയരുത് എന്നുള്ളൊരു നിലപാടാണ് അന്ന് എം വി ജയരാജൻ കൈക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്നലത്തെ മീറ്റിംഗിനകത്ത് എം വി ജയരാജൻ അടക്കം കുഞ്ഞികൃഷ്ണനെ ഒരു തരത്തിലും പിന്തുണയ്ക്കുകയോ അദ്ദേഹത്തിന്റെ നിലപാടുകളോട് യോജിക്കാൻ കഴിയുമോ, അദ്ദേഹത്തെ ഇതുമായിട്ട് ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള നിലപാടിലേക്ക് വന്നിട്ടില്ല. പൂർണ്ണമായും അദ്ദേഹത്തെ പിന്തുണയ്ക്കൊണ്ട് തന്നെ പാർട്ടി മുന്നോട്ട് പോകണം എന്നുള്ള നിലപാടാണ് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ള സെക്രട്ടറിയേറ്റ് പുറത്ത് ഈ യോഗത്തിൽ പങ്കെടുത്തവരടക്കം വൈകാരികമായി പങ്കുവച്ചതെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഐകകണ്ഠ്യേന തന്നെയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് ഇത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നത്. കാരണം ഇനിയിപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത് വലിയ തരത്തിൽ ജില്ലയിലാകെ ഒന്നുകിൽ സംസ്ഥാനത്ത് തന്നെ വലിയ തരത്തിൽ ഇതൊരു പ്രചരണ വിഷയമാക്കി മാറ്റിയേക്കാം. അതുകൊണ്ട് തന്നെ അതിന് നേരിടുക എന്നുള്ളത് പാർട്ടി ഒറ്റക്കെട്ടായി വേണമെന്നുള്ളൊരു സന്ദേശം പാർട്ടി നേതാക്കന്മാർക്കിടയിലുണ്ട്. അത് അണികളിലേക്ക് കൂടി ആ സന്ദേശം എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് CPM-ന്റെ ഒരു. ശരി വിജീഷ്, അപ്പോൾ വി കുഞ്ഞികൃഷ്ണനെതിരായ നടപടി അതാ പാർട്ടി തീരുമാനമെടുത്ത് ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗീകരിക്കുക എന്ന ചില ഔദ്യോഗികമായ കാര്യങ്ങൾ